പ്രൈസ് ദി ലോർഡ്. എന്റെ സൗണ്ട് എല്ലാവർക്കും ഓഡിബിൾ ആണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വലിയവനായ കർത്താവിന്റെ പാദപീഠത്തിൽ ഈ രാത്രിയിൽ നമുക്ക് കടന്നു വരുവാനും ദൈവവചന കേൾവിക്കായി നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാനും ദൈവമൊരുക്കിയതായ അവസരത്തിനായിട്ട് സ്തോത്രം. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. കേരളത്തിന് വെളിയിലും കേരളത്തിനുള്ളിലുമായി നടക്കുന്നതായ അനേക സംഭവങ്ങൾ, അതുമാത്രവുമല്ല പ്രൈസ് ദി ലോർഡ്, ഇന്റർനാഷണൽ വൈസിൽ നടക്കുന്നതായ വിഷയങ്ങളും നമുക്കൊരിക്കലും സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. എല്ലാം മാനസികമായി നമ്മെ ഭാരപ്പെടുത്തുന്ന, സന്ദേഹപ്പെടുത്തുന്നതായ വിഷയങ്ങളാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ മധ്യത്തിലെല്ലാം ഒരു പ്രത്യാശയുള്ളത്, സൃഷ്ടിതാവും കർത്താവുമായ നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്നതെല്ലാം വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ചെയ്യുന്നത്. അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ ഇടയായിട്ട് തീരണം എന്നായിരിക്കണം ഒരു ദൈവവൈതൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിപരമായി അത് ചിന്തിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുവാൻ പറ്റാത്തതായ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ മാനുഷിക ബുദ്ധിക്കല്ല, പിന്നെയോ ദൈവ പ്രവൃത്തിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വേദനിക്കുന്ന ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് സഹായത്തിന്റെ കൈത്താങ്ങൽ കൊടുക്കാനാകുന്നിടത്തോളം കൊടുക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുവാനും സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ കഴിയുന്നത് ചെയ്യുവാനും ദൈവകൃപയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം സിംബൽസ് ഫോർ ദി ഹോളി സ്ക്രിപ്ചർ എന്നുള്ളതായ വിഷയമാണ്. ദൈവവചനത്തിലെ അടയാളങ്ങൾ, അതാണ് നമ്മുടെ ചിന്താ വിഷയം. നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ആ സ്ക്രീനും കൂടെ ഷെയർ ചെയ്യുന്നു. 9 അടയാളങ്ങൾ തിരുവചനത്തെ സംബന്ധിച്ചുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നാം അത് പറയുവാനായിട്ടിടയായി. അത് ഓരോന്നോരോന്നായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ദൈവവചനം കണ്ണാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവവചനം വിത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവവചനം വെള്ളം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. 4-മത് വചനം വിളക്കാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ്, ദൈവവചനം കണ്ണാടിയാണ്, ദൈവവചനം വിത്താണ്, ദൈവവചനം വെള്ളത്തോട് സിംബലൈസ് ചെയ്തിരിക്കുന്നു, ദൈവവചനം വിളക്കാണെന്നുള്ളതായ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. 5-മത്തെ വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത്. 5-മത് ദൈവത്തിന്റെ വചനം വാളാണ് എന്ന് നമുക്ക് വിവിധ ഇടങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയും. 2 വേദഭാഗങ്ങളുണ്ട്. നമുക്ക് പ്രാരംഭമായി ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 12 വായിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവഴത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും
പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വായിക്കാത്തവർക്ക് പോലും ഒരു വാളിന്റെ പടം വരച്ചാൽ അല്ലെങ്കിൽ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ദൈവവചനം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഇംഗ്ലീഷും കൂടെ വായിച്ചു പോകാം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹീബ്രു ചാപ്റ്റർ 4 വേഴ്സസ് 12. ഞാൻ സ്ക്രീനിൽ വാക്യം കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ സ്ക്രീനിൽ നോക്കി വായിക്കാൻ സ്ക്രീനിൽ ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ വേദപുസ്തകം എടുത്ത് നിങ്ങൾ ആ വാക്യം സ്ക്രീനിൽ കാണുന്നോടനെ എടുത്തു വെക്കണം. സമയം ലാപ്സായിക്കളയത്. For the word of God is living and powerful and sharper than any two-edged sword, piercing even the division of soul and spirit, and of joints and marrow, and is a discerner of the thoughts and intents of the heart. See, for the word of God is quick and powerful and sharper than any two-edged sword, piercing even to the dividing asunder of soul and spirit, and of the joints and marrow, and is a discerner of the thoughts and intents of the heart. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വിവേചിക്കുന്നതാണ്. അത് ഇരുവായ്ത്തലയുള്ളതായ വാളാണ്. ഇരുവായ്ത്തലയുള്ളതായ വാളിന്റെ പ്രത്യേകത, പല പ്രത്യേകതകളുണ്ട്. എന്നാൽ പ്രധാനമായി പറഞ്ഞിരിക്കേണ്ടത് ഈ വാൾ എടുക്കുന്നവനും സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വാള് ഉപയോഗിക്കുന്നതും സൂക്ഷിക്കണം. പ്രയോഗിക്കേണ്ടതായ ഇടത്ത് മാത്രമേ ഈ വാള് പ്രയോഗിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അത് എടുക്കുമ്പോൾ സ്വയം മുറിവേൽക്കുവാനായിട്ടിടയായിട്ട് തീരരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നാം അനുസരിക്കാത്തതായ കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർക്ക് ഉപദേശമായി കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞത് കൊണ്ട് നാം ചില ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ട് നാം അനുസരിക്കുന്നത് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ എന്നല്ല അതിന്റെ അർത്ഥം. ദൈവവചനം നാം സംസാരിക്കുമ്പോൾ, ദൈവവചനം മറ്റുള്ളവരോട് പറയുമ്പോൾ ആ ദൈവവചനത്തിന്റെ മുമ്പിൽ കറയുള്ളവരായി നിൽക്കുവാനല്ല, നിഷ്കളങ്കരായി നിൽക്കുവാൻ ദൈവവചനത്തെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്താ ഈ വാള് ചെയ്യുന്നത്? ഇത് മുറിവേൽപ്പിക്കുന്നതാണ്. വാള് മുറിവേൽപ്പിക്കുന്നതാണ്. ദൈവവചനം എന്തു ചെയ്യും? അത് മുറിവേൽപ്പിക്കും. ശരിക്ക് വചനം കേൾക്കുന്നതായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മുറിവുണ്ടാകും. എന്തിന്റെ മുറിവാണ്? തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ളതായ ബോധം വന്നിട്ട് മനസ്സാക്ഷിയിൽ കുത്തലുണ്ടാകും, മനസ്സിൽ മുറിവുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നതായ മുറിവ് ഉണക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ മുറിവുകൾ സൗഖ്യമാക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പിച്ചാത്തി കൊണ്ട് കൈമുറിയുന്നതായ മുറിവല്ല, വാഹനാപകടത്തിൽ സംഭവിക്കുന്നതായ മുറിവല്ല, നമ്മുടെ ജഡത്തിൽ സംഭവിക്കുന്നതായ ഫിസിക്കൽ വൂൺസ് അല്ല. അതിനേക്കാൾ ഉപരി ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് പാപബോധത്താൽ, നമ്മുടെ ലംഘനങ്ങളാൽ, ഹല്ലേലൂയ, നാം ദൈവവചനത്തെ തിരസ്കരിക്കുന്നതിനാൽ ഉണ്ടാകുന്നതായ മുറിവുണ്ട്. കുറ്റക്കാരാണെന്ന് ദൈവം കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. അത് ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ്. പാപത്തെക്കുറിച്ച് ബോധം വന്ന് നമ്മുടെ ഹൃദയത്തിൽ മുറിവുണ്ടാകുമ്പോൾ ആ മുറിവ് ഉണക്കുവാൻ നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് മാനസാന്തരത്തിലേക്ക് നടന്നെടുക്കുവാനും ദൈവകൃപ ഏറ്റെടുക്കുവാനും കഴിയുന്നത്. അപ്പോ വാള് ചെയ്യുന്നത് അതാണ്. രണ്ടാമത്, ഈ വാള് ചെത്തി മിനുസമുണ്ടാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, ആകരുതാത്തതായ വിധത്തിൽ വളർന്നു പോകുന്ന ദൈവവചനത്തിന്റെ അതിര് വിട്ടുപോകുന്നതായ കാര്യങ്ങളെ ചെത്തി വെടിപ്പാക്കി, പ്രൈസ് ദി ലോർഡ്,
അത് ദൈവവചനത്തിനുള്ളിൽ നിർത്തത്തക്കതായ വിധത്തിൽ നമ്മെ ആത്മീക സൗന്ദര്യമുള്ളവരാക്കി തീർക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പോ വചനം എന്ന് പറയുന്നത് എന്താണ്? വാളാണ്. ഇനി നമുക്ക് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഹന്ന എന്ന് വായിക്കണം. വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. And take the helmet of salvation and the sword of the Spirit, which is the word of God. And the sword of the Spirit, which is the word of God. അപ്പോ എഫേസ്യ ലേഖനത്തിൽ ഒരു പടയാളിക്ക് വേണ്ടിയതായ യുദ്ധസന്നാഹങ്ങളെ കുറിച്ച്, സ്പിരിച്വൽ വെപ്പൺസിനെ കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒഫൻസിന് പ്രൈസ് ദി ലോർഡ് കാണുന്ന നമുക്ക് വായിപ്പാൻ കഴിയുന്നതായ കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് എല്ലാം ഡിഫൻസിന് ഈ ഡിഫൻസീവ് വെപ്പൺസ് ആയിരിക്കുമ്പോൾ ഓഫൻസീവ് പീസ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആക്രമിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് ഒന്നേ ഉള്ളൂ. എന്ത് മാത്രമേ ഉള്ളൂ? പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വാളായി ദൈവവചനം. ആ ദൈവവചനം എടുക്കുമ്പോഴാണ് ശത്രു തോൽക്കുവാനായിട്ടിടയായിട്ട് തീരുന്നത്. ഉദാഹരണം നമുക്കറിയാം. മരുഭൂമിയിൽ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നമ്മൾ വായിക്കുന്നുണ്ട്, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിന് വിശന്നപ്പോ പരീക്ഷകൻ അടുത്തു വന്ന് ഓരോ പരീക്ഷയായിട്ട് 3 പ്രധാനപ്പെട്ടതായ പരീക്ഷകൾ കർത്താവിന്റെ മുമ്പിൽ വെക്കുവാനായിട്ടിടയായി തീർന്നു. ആ 3 പരീക്ഷകളെയും കർത്താവ് ജയിച്ചത് ദൂതന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ടല്ല, തന്റെ മസിൽ പവർ കാണിച്ചിട്ടല്ല, താൻ ദൈവപുത്രൻ എന്നുള്ളതായ അധികാര പദവി ഉപയോഗിച്ചല്ല കർത്താവ് പിശാചിനെ ജയിച്ചത്. കർത്താവ് സാത്താനെ ജയിച്ചത് എങ്ങനെയാണ്? 1-ാമത്തെ പരീക്ഷയിലും 2-ാമത്തെ പരീക്ഷയിലും 3-ാമത്തെ പരീക്ഷയിലും കർത്താവ് ഉപയോഗിച്ചത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് ആവർത്തന പുസ്തകത്തിലെ വചനമെടുത്താണ് 1-ാമത്തെ പരീക്ഷയെ ജയിച്ചെങ്കിൽ 2-ാമത്തെ പരീക്ഷയെ കർത്താവ് ജയിച്ചത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന വചനം കൊണ്ടാണ്. എന്നാൽ 3-ാമത്തെ പരീക്ഷയിൽ കർത്താവ് ജയിച്ചത് പ്രൈസ് ദി ലോർഡ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവവചനം കൊണ്ടാണ് പിശാചിനെ ജയിപ്പാനായിട്ടിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ദൈവവചനം നാം ആഴമായി ഗ്രഹിച്ചില്ല എങ്കിൽ പലപ്പോഴും പിശാച് കൊണ്ടുവരുന്നതായ പരീക്ഷകളിൽ നാം അറിയാതെ അകപ്പെട്ടു പോകുമെന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ദൈവവചനത്തെ വാളെന്ന് വിളിക്കാൻ കാരണം? ഇറ്റ് ഈസ് കോൾഡ് എ സ്വേർഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പിയേഴ്സിംഗ് എബിലിറ്റി, ഓപ്പറേറ്റിംഗ് വിത്ത് ഈക്വൽ എഫക്റ്റീവ്നെസ് അപ്പോൺ സിന്നേഴ്സ്, സെയിൻസ് ആൻഡ് സൈറ്റൻ. നോക്കണം, പ്രൈസ് ദി ലോർഡ്. അത് തുളച്ചു ചെല്ലുന്നതാണ്. ഒരു വാള് തുളച്ചു ചെല്ലുന്നത് പോലെ ദൈവവചനം തുളച്ചു ചെല്ലുന്നതാണ്. 2, അത് പാപികളെയും വിശുദ്ധന്മാരെയും സാത്താനെയും ഒരുപോലെ അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ്. പാപിയെ സംബന്ധിച്ച് പാപം എന്താണെന്ന് ബോധം വരുത്തി കൊടുക്കുന്നു. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആവശ്യമായ സകല കാര്യങ്ങളും ദൈവവചനം ഒരു വിശുദ്ധന് നൽകുമ്പോൾ, സാത്താനെ സംബന്ധിച്ച് അവന് വെച്ചിരിക്കുന്നതായ ഏറ്റവും വലിയ ന്യായവിധി ഉണ്ട് എന്ന് അവനെ ഓർപ്പിക്കുന്നതും കൂടിയാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. Of the various armor pieces mentioned in Ephesians 6, chapter 6, verses 11 to 17, all to be worn by the believer. The only offensive piece is the sword of the Spirit, which is the word of God. നേരത്തെ പറഞ്ഞതാണ്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നിരിക്കുന്ന സ്പിരിച്വൽ വെപ്പൺസിൽ
ഒഫൻസീവിനായിട്ട് ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് ദൈവവചനമെന്ന ആത്മാവിന്റെ വാളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 5-ാമത്തെ വിഷയം കഴിഞ്ഞു. 6-ാമത്തെ സിംബലായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിലയേറിയ ലോഹങ്ങൾ അല്ലെങ്കിൽ പ്രീഷ്യസ് മെറ്റൽസ് ആയി നമുക്ക് ദൈവവചനത്തെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രീഷ്യസ് മെറ്റൽസ് 2 തരത്തിലുള്ളതായ മെറ്റൽസിനെയാണ് ദൈവവചനത്തെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത് വായിക്കാം. സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തെ പൊന്നിനോട് അല്ലെങ്കിൽ സ്വർണത്തോട് സിംബലൈസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിക്കാം. Psalms 19:10. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. Again, Hannah, please read. More to be desired are they that hold it, than much fine gold, sweeter also than honey and honeycomb. അപ്പോ അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. നോക്കൂ, ലോകത്തിലെ മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കുകയും വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്നതായ ഒരു ലോകമാണ് പൊന്നഥവാ സ്വർണം എന്ന് പറയുന്നത്. ദൈവവചനത്തെ ആ വിലയേറിയ ലോകത്തോടാണ് ഒന്ന് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും Psalms 19:127 Eva. Therefore I love your commandments more than gold, yes, than fine gold. ഇത് നമ്മൾ വായിച്ചു പോകുക മാത്രമല്ല കേട്ടോ. Praise the Lord. And therefore I love thy commandments above gold. സ്വർണത്തെക്കാൾ പൊന്നിനേക്കാൾ അധികം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ സങ്കീർത്തനക്കാരനായ യെസ്രാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൊന്നിനേക്കാൾ അങ്ങയുടെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവവചനത്തെ സ്വർണത്തോട് അല്ലെങ്കിൽ പൊന്നിനോട് ഉപമിച്ചിരിക്കുകയാണ്. അടുത്തത് വെള്ളിയോട് തുല്യപ്പെടുത്തിയിരിക്കുകയാണ്. 12-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. The words of the Lord are pure ways, as silver tried in a furnace of earth, purified 7 times. 7 പ്രാവശ്യം ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ഒരു മാലിന്യവുമില്ല എന്ന് ചുരുക്കം. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനത്താൽ മറ്റുള്ളവർ ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അത് വിലയുള്ള പൊന്നിനോടും ഹല്ലേലൂയ വെള്ളിയോടും താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയേ. It is referred to as precious metals because of its desirability, its preciousness, its beauty and its value. 4 കാര്യങ്ങളാണ്. 1, അത് ആഗ്രഹിക്കുവാൻ കൊള്ളാവുന്നതാണ്. 2, അതിന്റെ വിലമതിക്കുവാൻ കഴിയാത്തതായ കാര്യമാണ്. 3, അതിന്റെ മനോഹാരിതയാണ്. 4, അതിന്റെ വിലയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവവചനം വളരെ വിലയുള്ളതാണ്. ആ വചനമാണ് നാം പലപ്പോഴും നിഗ്ലക്ട് ചെയ്ത് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൊന്നും വെള്ളിയും ഒക്കെ പഴയ കാലത്ത് സമ്പത്ത് അളക്കുവാനുള്ളതായ മാനദണ്ഡങ്ങളാണ്. ഇന്നും അത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന്റെ നട്ടെല്ലായി നിൽക്കുന്നത് ആ രാജ്യത്തിൽ എത്രമാത്രം സ്വർണശേഖരമുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഫോറിൻ കറൻസി അല്ലെങ്കിൽ സ്വർണശേഖരത്തിന് അനുസരിച്ചാണ് ഒരു രാജ്യത്തിന്റെ എന്ത് നിശ്ചയിക്കുന്നത്, അവരുടെ ആ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോ നമ്മെ സംബന്ധിച്ച് ഒരു ആത്മീയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ദൈവവചനെ സംബന്ധിച്ച്
അവൻ ദൈവസന്നിധാനത്തിൽ എത്ര വിലയുള്ളവനാണ് എന്ന് കണക്കാക്കുന്നതിനുള്ളതായ മാനദണ്ഡം അവൻ ദൈവവചനത്തെ എങ്ങനെ കരുതുന്നു എന്നുള്ളതിനാണ്. ചിലർക്ക് ദൈവവചനത്തെക്കാൾ ഇഷ്ടം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വേണ്ട എന്നല്ല, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഇല്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ചിലർക്ക് ദൈവവചനം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയും ദൈവവചനവും ഈക്വലായി കൊണ്ടുപോകണം. ചിലർക്ക് ആരാധന മാത്രമേ ഉള്ളൂ, വചനത്തിന് വലിയ പ്രാധാന്യമില്ല. ആരാധന കൈകൊട്ടി ശബ്ദമുയർത്തി പ്രൈസ് ദി ലോർഡ് ബഹളമുണ്ടാക്കുന്നതാണ് ആരാധന എന്നുള്ളതായ ചിന്താഗതിയിൽ ആരാധന ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. അതിനെത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് ചിലരുടെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. വചനം കുറയ്ക്കും തോറും ദൈവവചനത്തിനകത്ത് ദൈവജനത്തിന്റെ ഉള്ളിൽ ദൈവസഭയ്ക്കുള്ളിൽ മാലിന്യം കടന്നുകൂടിക്കൊണ്ടേയിരിക്കും. ഒരു ജലാശയത്തിൽ പ്രൈസ് ദി ലോർഡ് പായൽ പിടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ നാളുകൊണ്ട് ആ ജലാശയം മുഴുവനും പായൽ കൊണ്ട് നിറയുന്നത് പോലെ ദൈവവചനത്താൽ ഒരു ഒഴുക്ക് പ്രൈസ് നമ്മുടെ ആത്മീക ജീവിതത്തിനുണ്ടായില്ല എങ്കിൽ അത് മാലിന്യങ്ങൾ പിടിക്കുവാനും ആ മാലിന്യങ്ങൾ പിന്നത്തിൽ വർദ്ധിക്കുവാനും ഇടയായിട്ട് തീരും. പിന്നെ അതിനെ ക്ലീൻ ചെയ്യണമെങ്കിൽ വളരെ പ്രയാസമുണ്ടാകും. പ്രൈസ്. അതുകൊണ്ട് ദിനംതോറുമുള്ളതായ ഒരു ശുദ്ധീകരണം ദൈവവചനത്താൽ നാം പ്രാപിക്കേണ്ടവരാണ്. ആറാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് വിലയേറിയ മെറ്റൽസ് ആണ്. ഏഴാമത് വളരെ നറിഷിംഗ് ഫുഡാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. പോഷക ഗുണമുള്ളതായ ആഹാരമാണ്. ദൈവവചനം പോഷക ഗുണമുള്ളതായ 4 ആഹാര പദാർത്ഥത്തോട് സിംബലൈസ് ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആഹാരം എല്ലാവർക്കും അത്യാവശ്യമാണ്, അത് കൂടിയേ കഴിയുകയുള്ളൂ. എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ആരോഗ്യം വേണമെങ്കിൽ, ബലം വേണമെങ്കിൽ, ആയുസ് നിലനിൽക്കണമെങ്കിൽ, ബുദ്ധി വികസിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പുതിയ സെൽസ് ഉണ്ടാകണമെങ്കിൽ എന്തോ വേണം? നറിഷിംഗ് ഫുഡ് തന്നെ കഴിക്കണം. ജങ്ക് ഫുഡ് കഴിച്ചത് കൊണ്ട് ആരോഗ്യം നശിക്കുകയുള്ളൂ. ആരോഗ്യം ഒരിക്കലും ഡെവലപ്പായി വരികയില്ല. 4 തരത്തിലുള്ളതായ നറിഷിംഗ് ഫുഡിനോടാണ് ദൈവവചനത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് പീറ്റർ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2. 1 പത്രോസ് 2:1-2 കാണാപ്പാഠം അറിയാവുന്ന വാക്യമാണത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അന്ന ആ വാക്യം ഒന്ന് വായിച്ചട്ടെ. Laying aside all malice, all deceit, hypocrisy, envy, and all ill speaking, as you would daily desire the pure milk of the word, that you may grow thereby. Wherefore laying aside all malice and all guilt and hypocrisy and envies and all evil speakings, as newborn babes desire the sincere milk of the word, that you may grow thereby. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. രക്ഷയ്ക്കായി വളർച്ച ആവശ്യമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, രക്ഷ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. ആ രക്ഷ വളർന്നുകൊണ്ടിരിക്കുന്നതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് എതുവരെ വളരണം? ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് ജ്ഞാനിയാകത്തക്ക വിധത്തിൽ, പ്രൈസ് ദി ലോർഡ്, രക്ഷയ്ക്ക് ജ്ഞാനിയാകത്തക്ക വിധത്തിൽ നാം വളർച്ച പ്രാപിക്കണം. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് മാത്രമാണ്. രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തി ദൈവസന്നിധാനത്തിൽ വളരേണ്ടതിന് വചനമെന്നതായ ഈ പാൽ കുടിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒന്നാമത് അത് മായമില്ലാത്തതായ പാലാണ്. രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. അത് പ്രൈസ് ദി ലോർഡ് കട്ടിയുള്ളതായ ആഹാരമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവ
Book of Hebrews chapter 5 verses 12 to 14. For when for the time ye ought to be teachers, ye have need that one teach you again, which be the first principles of the oracles of God, and are become such as have need of milk and not of strong meat. For every one that useth milk is unskillful in the word of righteousness, for he is a babe. But strong meat belong to them that are full of age, even those who by reason of use have their senses exercised to discern both good and evil. Praise the Lord. അപ്പൊ ഇവിടെ പാലിനെ കുറിച്ചും പറയുന്നുണ്ട്, കട്ടിയുള്ള ആഹാരത്തെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചത് പാലിനെ കുറിച്ച് മാത്രമുള്ളതായ ആ വാക്യമാണ്. പാൽ ആരാ കുടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പാല് നാം മിക്കവാറും കൊടുക്കുന്നത് ശിശുക്കളുടെ മെയിൻ ഫുഡായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നത് നല്ലതാണെങ്കിലും പാല് മാത്രം കൊണ്ട് പ്രായമുള്ളതായ ഒരു വ്യക്തിക്ക് ജീവിപ്പാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുന്നത് എന്തിനാണെന്നറിയാമല്ലോ? കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? തന്നെ പോലെ തന്നെ പ്രായമുള്ള പക്വത വന്നതായ മണവാട്ടിയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതായ ഒരു യൗവനക്കാരൻ ഒരിക്കലും ഒരു ശിശുവിനെ വിവാഹം കഴിക്കുകയില്ല. വിവാഹം കഴിക്കുവോ? ഇല്ല. ശിശുവിനെ വിവാഹം കഴിക്കത്തില്ല. പ്രായപൂർത്തിയായ വിവേകമുള്ള തന്നോടൊപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളതായ ഒരു യൗവനക്കാരിയെ മാത്രമേ ഒരു യുവാവ് വിവാഹം കഴിക്കുകയുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നത് തന്റെ മണവാട്ടിയെ ചേർക്കുവാനാണ്. മണവാട്ടിയെ ചേർക്കുവാൻ വരുമ്പോ പാല് മാത്രം കുടിച്ച് ശൈശവാവസ്ഥയിലായിരിക്കുന്ന ഒരു ശിശുവായിട്ടിരിക്കുന്നു എങ്കിൽ കർത്താവിന് വിവാഹം കഴിക്കുവാനായിട്ട് മണവാട്ടിയായി ചേർക്കുവാനായിട്ട് കഴിയത്തില്ല. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കട്ടിയുള്ളതായ വചനം നാം ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ജ്ഞാനമേറിയതായ വചനം നിങ്ങൾക്ക് പങ്കിട്ടു തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ആ വചനത്തോട്, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാത്തതായ വചനത്തോട് നാം വിമുഖത കാണിക്കാറുണ്ട്. മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നാം അതിനെതിരെ മുഖം തിരിച്ച് മടുത്തു പോകാറുണ്ട്. ഒരിക്കലും അത് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കട്ടിയുള്ളതായ ആഹാരം വേണമെന്നുണ്ടെങ്കിൽ അത് പാല് കുടിക്കുന്നത് പോലെ വിഴുങ്ങാനായിട്ട് കഴിയത്തില്ല, കുടിച്ചിറക്കാനായിട്ട് കഴിയത്തില്ല. നല്ലവണ്ണം നമുക്ക് തന്നിരിക്കുന്നതായ പല്ലും നാക്കും ഉപയോഗിച്ച് നല്ലവണ്ണം എന്ത് ചെയ്യുക? അത് ചവച്ചരച്ചാണ് കഴിക്കുന്നത്. മാത്രമല്ല, അത് നമ്മുടെ വായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തീയിൽ വെച്ച് നല്ലവണ്ണം പാകം ചെയ്ത് അത് നല്ലവണ്ണം വേവിച്ചതിന് ശേഷമാണ് നാം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കുവാൻ ആരംഭിക്കുമ്പോഴും അത് വായിപ്പാൻ ആഗ്രഹിക്കുമ്പോഴും അത് പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രം ഹല്ലേലൂയ അത് നമുക്ക് ദഹിക്കത്തക്ക രീതിയിൽ ആഹാരപദാർത്ഥമായി മാറുകയുള്ളൂ. വീട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മാഗസിൻ വായിക്കുന്നത് പോലെയോ നമ്മൾ പഠിക്കുന്നതായ പുസ്തകം വായിക്കുന്നത് പോലെയോ ഒരു നോവൽ വായിക്കുന്നതായ പ്രതീതിയിലോ ഒരിക്കലും നാം വേദപുസ്തകം കൈകാര്യം ചെയ്യരുത്. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുവാൻ കഴിയാതെ, സ്തോത്രം, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കഴിയാതെ നാം ശിശുക്കളുടെ ലെവലിലേക്ക് എന്നും ഒതുങ്ങിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തലക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. സ്ട്രോങ് മീറ്റ് belongeth to them that are of full age, even those who by reason of use have their senses exercised to discern both good and evil.
നന്മതിന്മകളെ കുറിച്ച് ശരിയായിട്ടുള്ളതായ ഗ്രാഹ്യം വേണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ത് വേണം? ദൈവവചനം, കട്ടിയായ ദൈവവചനം നാം ഭക്ഷിച്ചേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഉപമ പറഞ്ഞാൽ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർക്ക് കഥ പറഞ്ഞാൽ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർക്ക് മിറക്കിൾസ് പറഞ്ഞാൽ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർക്ക് സങ്കീർത്തനം മാത്രമേ താല്പര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കട്ടിയുള്ളതായ ഉപദേശങ്ങളിലേക്ക് പോകുമ്പോ പലരും എന്ത് ചെയ്യുന്നു? മുഖം മറുത്തു കളയുകയാണ്. ഉപദേശം ആർക്കും കേൾക്കണ്ട എന്നുള്ളതായ നിലയിലേക്ക് വരുന്ന ഒരു ക്രിസ്തീയ മണ്ഡലമാണ് നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ളത്. അങ്ങനെയല്ല. ഉപദേശത്തിൽ വളർന്ന്, ഉപദേശത്തിൽ ഉറച്ച്, ഉപദേശത്തിൽ ഹല്ലേലൂയ നിലനിൽക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുകയാണ്. കട്ടിയുള്ളതായ വചനം നാം ഹല്ലേലൂയ ഭക്ഷിക്കുവാൻ തയ്യാറാകണം. നറിഷിംഗ് ഫുഡിൽ രണ്ടാമത് കട്ടിയുള്ള ആഹാരമാണ്. മൂന്നാമത് നറിഷിംഗ് ഫുഡിൽ ഹല്ലേലൂയ അത് ജീവന്റെ അപ്പമായി തീരുകയാണ്. ഇറ്റ് ഇസ് എ ബ്രെഡ് ഓഫ് ലൈഫ്. വായിക്കാം നമുക്ക് ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 51. I am the living bread which came down from heaven. If any man eat of this bread, he shall live forever. And the bread that I will give is my flesh, which I will give for the life of the world. Praise the Lord. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അതാരാ പറഞ്ഞത്? കർത്താവാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതേ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ മാംസം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ ഇല്ല. അപ്പോ ഈ കട്ടിയുള്ളതായ ആഹാരം, പ്രൈസ് ദി ലോർഡ്, ജീവന്റെ അപ്പമായ ഈ ദൈവത്തിന്റെ വചനം നാം ഭക്ഷിക്കുമ്പോഴാണ് ഉള്ളിൽ എന്ത് വരുന്നത്? നിത്യജീവൻ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നിത്യജീവൻ ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ ഈ വചനം നമുക്ക് ഉള്ളിൽ ചെന്നേ മതിയാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം, നറിഷിംഗ് ഫുഡിൽ നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് തേനാണ്, ഹണി. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അഗൈൻ ഹന്ന. More to be desired are they than gold, yea, than much fine gold, sweeter also than honey and the honeycomb. Sweeter also than honey and the honeycomb. തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാ. പ്രൈസ് ദി ലോർഡ്. എത്ര നിറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആഹാരം വേണ്ട എന്ന് പറഞ്ഞിരുന്നാലും തേൻ കിട്ടിയാൽ രുചിക്കാത്തവരായി ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു തേൻകട്ട കിട്ടിയാൽ ഭക്ഷിക്കാത്തവരായി ആരുണ്ട് എന്ന് പറഞ്ഞാൽ, ദൈവവചനം ഏറ്റവും പ്രിയപ്പെടുന്ന നിലയിലേക്ക് നാം എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. It is referred to as nourishing food because of the strength it imparts. എന്തുകൊണ്ടാണ് ഇതിനെ പോഷകാഹാരമുള്ളതായ അല്ലെങ്കിൽ പോഷക ഗുണമുള്ള ആഹാരം എന്ന അടയാളം കൊണ്ട് തന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് നമുക്ക് ബലം തരുന്നതാണ്. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനമാണ്. ആകയാൽ ആ ദൈവത്തിന്റെ വചനം പ്രൈസ് ദി ലോർഡ് ഭക്ഷിപ്പാനായി നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒൻപതാമത്തെ വിഷയമായി എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഫയറാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനത് എട്ടാമത്തെ വിഷയം തൽക്കാലം അത് എടുക്കാതെ ഞാനത് വിട്ടു. നമുക്ക് ഒൻപതാമത്തെ വിഷയത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഒൻപതാമത്തെ വിഷയം വായിക്കാൻ നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ ഇനി യഹോവയെ ഓർക്കുകയില്ല, തിരുനാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. എട്ടാമത്തെ വിഷയമായി രേഖപ്പെടുത്തുക, ഇത്
തീക്ക് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ജെറമി chapter 20 verses 9. Then I said, I will not make mention of him, nor speak any more in his name. But his word was in my heart like a burning fire shut up in my bones. I was weary of holding it back, and I could not. ഇല്ല. എട്ടാമത്തെ വിഷയമായി പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവവചനത്തെ തീയോട് സിംബലൈസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം പറയുന്നത് എന്താണ്? പ്രൈസ് അതെന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീ എന്താ ചെയ്യുന്നത്? തീ പ്രൈസ് നമുക്ക് പ്രകാശം തരുന്നതാണ്. തീ പ്രകാശം തരുന്നതാണ്. മാത്രമല്ല ഹല്ലേലൂയ എല്ലാറ്റെയും ദഹിപ്പിച്ച് കളയുന്നതാണ്. എതിരായി നിൽക്കുന്നതായ സകലത്തെയും ദഹിപ്പിച്ച് കളയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഹൃദയത്തിൽ കത്തുവാനിടയായാൽ പ്രൈസ് ദി ലോർഡ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ് ഇത് തീയായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ശിഷ്യന്മാരുടെ ജീവിതത്തിലാണ്. വായിക്കാം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യം. വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നുപോയതായ ശിഷ്യന്മാർ അവർ തിരുവെഴുത്തുകളുടെ സംശയിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് കാര്യങ്ങൾ തർക്കിച്ച് ഒരു അവിശ്വസനീയമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ തന്നെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനിടയായി. അത് കേട്ട് കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ് അവരുടെ ഉള്ളം കത്തുവാനായിട്ടിടയായി. അതാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് നമ്മോട് അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവവചനം നമ്മുടെ ആത്മാവിനെ കത്തിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് തീയായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുവാനായിട്ട് കഴിയും. ഇത് തീയാണെന്ന് പറയുവാൻ കാരണം എന്താ? ഇറ്റ് ഈസ് കോൾഡ് എ ഫയർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ജഡ്ജിങ്, പ്യൂരിഫൈയിങ് ആൻഡ് കൺസ്യൂമിങ് എബിലിറ്റീസ്. ഒന്ന്, അത് ജഡ്ജ് ചെയ്യുന്നതാണ്, ന്യായം വിധിക്കുന്നതാണ്. രണ്ട്, അത് ശുദ്ധീകരിക്കുന്നതാണ്. അത് പ്രൈസ് ദി ലോർഡ് ദഹിപ്പിക്കുന്നതായ ക്വാളിറ്റി ഉള്ളതാണ്. ആകരുതാത്തതിനെല്ലാം തീയിൽ മുള്ള് വെന്തു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ആകരുതാത്തതിനെ എല്ലാം ദഹിപ്പിച്ച് കളയുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പോ ദൈവവചനം അടയാളങ്ങളായി കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പഴയ നിയമത്തിന്റെ പുരാതനവും ആധുനികവുമായ എബ്രായ വിഭജനവും നമ്മുടെ വേദപുസ്തകവുമായിട്ടുള്ളതായ താരതമ്യവുമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകം നമുക്കായിട്ട് എഴുതിയതല്ല. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കായി തീർന്നതാണ്. മനസ്സിലാക്കണം, വേദപുസ്തകം നമുക്കായിട്ട് എഴുതിയതല്ല. യഹൂദന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ടി യഹൂദന്മാരാൽ ഇസ്രയേൽ മക്കളാൽ എഴുതപ്പെട്ടതായ വചനമാണ് സാക്ഷാൽ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ അവരത് തിരസ്കരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ രക്ഷയ്ക്കത് നാം അത് സ്വീകരിപ്പാനിടയായി. അത് നമ്മുടെ രക്ഷയുടെ വചനമായിട്ടത് മാറ്റപ്പെടുകയാണ്. അപ്പോ അതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് എബ്രായ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വേദപുസ്തകവും എബ്രായ വേദപുസ്തകവും തമ്മിൽ ഒരു താരതമ്യം ചെയ്യണമെന്ന് ചിന്തിച്ചത്. എബ്രായ വേദപുസ്തകത്തെ തന്നെ നമുക്ക് രണ്ടു തരത്തിൽ ചിന്തിപ്പാനായിട്ട് കഴിയും. സ്ക്രീനിൽ കാണുന്നത് പോലെ ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ഹീബ്രു ഓൾഡ് ടെസ്റ്റമെന്റ്. ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ഹീബ്രു ഓൾഡ് ടെസ്റ്റമെന്റ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നതായ പഴയ നിയമത്തിന്റെ ഡിവിഷൻസ് പോലെ ആണോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് ഒന്ന് നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കർത്താവും ശിഷ്യന്മാരും ഉപയോഗിച്ചതായ
അവരുടെ ന്യായ പ്രമാണത്തിന്റെ ഡിവിഷൻസിനെ ബേസ് ചെയ്ത പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ചോദിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾ ചോദിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം നിങ്ങളത് മുതലാക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഏൻഷ്യന്റ് ഡിവിഷനിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യം കൊണ്ടുപോകുകയാണ്. പഴയ നിയമ വിഭജനം. പഴയ നിയമത്തെ, എബ്രായ ഭാഷയിലുള്ളതായ പഴയ നിയമത്തെ 3 മെയിൻ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പഴയ നിയമത്തിന്റെ മൊത്തത്തിലുള്ളതായ പേരെന്ന് പറയുന്നത് തനാക്ക് എന്നാണ്. തനാക്ക് എന്ന് പറഞ്ഞാൽ പഴയ നിയമം മൊത്തത്തിലുള്ളതായ, അല്ലെങ്കിൽ പഴയ നിയമം നമ്മുടെ കയ്യിലിരിക്കുന്നതായ ആ പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 39 പുസ്തകങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതായ ആ പഴയ നിയമത്തിന് യഹൂദന്മാർ പറയുന്ന പേരാണ് തനാക്ക്. ആ തനാക്ക് എന്ന് പറയുന്നതായ ഓൾഡ് ടെസ്റ്റമെന്റിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം തോറ, അത് ന്യായപ്രമാണം. രണ്ടാമത്തെ ഭാഗം പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ നബീം, പ്രവാചകന്മാർ. 3 കെതൂബീം, അതിന് എഴുത്തുകൾ. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോ കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, മോശയും പ്രവാചകന്മാരും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ എഴുത്തുകളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് ഈ ന്യായപ്രമാണത്തെ കർത്താവ് പലയിടത്തും പരിചയപ്പെടുത്തുന്നതായി കാണുവാനായിട്ട് കഴിയും. അപ്പോ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോഴും ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ ഈ കാണുന്നതായ പദപ്രയോഗങ്ങൾ അവിടെ കാണും. ആ പദപ്രയോഗങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഏത് ഭാഗത്തു നിന്നുള്ളതായ കാര്യമാണ് കർത്താവ് അല്ലെങ്കിൽ ശിഷ്യന്മാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ എബ്രായ ഡിവിഷൻസ് മനസ്സിലായെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം അവരുപയോഗിച്ചിരുന്നത് എബ്രായ ബൈബിളാണ്. ആ എബ്രായ ബൈബിളിന്റെ ഡിവിഷൻസ് വെച്ചുകൊണ്ടാണ് അവർ അന്നത് പറയുവാനായിട്ടിടയായിട്ട് തീർന്നത്. അപ്പൊ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തോറ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ നബീം, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കെതൂബീം അല്ലെങ്കിൽ എഴുത്തുകൾ. ഈ 3 വിഭാഗങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നതായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്നതായ 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം പുരാതന എബ്രായ പഴയ നിയമത്തിൽ 24 പുസ്തകങ്ങളായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. 24 പുസ്തകങ്ങൾ, അതായത് തോറയും പുരാതന എബ്രായ ബൈബിൾ എന്ന് പറയുന്നത്. ഇൻ ഏൻഷ്യന്റ് ഹീബ്രു ബൈബിൾ there are only 24 books എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പുസ്തകങ്ങൾ ഇല്ല എന്നല്ല. ആ 24 പുസ്തക ഏതൊക്കെയാണ് 24 ബുക്സ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. തോറ ന്യായപ്രമാണത്തിൽ 5 പുസ്തകങ്ങളാണ്. പ്രൊഫറ്റ്സിൽ അല്ലെങ്കിൽ പ്രവാചകന്മാർ 8 പുസ്തകങ്ങളായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നു. കെതൂബീം അഥവാ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് 11 പുസ്തകങ്ങളാണ്. അപ്പൊ എത്ര ഉണ്ട്? 11ഉം 8ഉം 19ഉം 5ഉം 24. 5 + 8 + 11 24 ബുക്സ് ആണ് ഏൻഷ്യന്റ് ഹീബ്രു ബൈബിളിലുള്ളത്. തോറ 5, നബീം 8, കെതൂബീം 11. ഇനി നമുക്ക് തോറ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. തോറ എന്ന് പറയുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തോറ. നമ്മുടെ ഇരിക്കുന്നതായ വേദപുസ്തകം തുറന്നാൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ മോശയുടെ പുസ്തകങ്ങളാണ്. മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറയും, ന്യായപ്രമാണം എന്ന് പറയും, പിന്നെ എബ്രായ ഭാഷയിൽ അതിനെ തോറ എന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? തോറ എന്ന് പറഞ്ഞാൽ 5 പുസ്തകങ്ങളാണ്.
മോശയുടെ 5 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒറിജിനൽ ന്യായപ്രമാണം എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ. ഇനിയും പുരാതന എബ്രായ ബൈബിളിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദി പ്രൊഫറ്റ്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പറഞ്ഞു 8 പുസ്തകങ്ങളുണ്ട് പ്രൊഫറ്റ്സിൽ. ഏതൊക്കെയാണ് 8 പുസ്തകങ്ങൾ? 1 ജോഷുവ, 2 ജഡ്ജസ്, 3 സാമുവൽ, 4 രാജാക്കന്മാർ, 5 യെശയ്യ, 6 ജെരമ്യ, 7 യെസെക്കിയേൽ, 8-മത്തത് മൈനർ പ്രൊഫറ്റ്സ്. അപ്പോ പ്രൊഫറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് 8 പുസ്തകങ്ങളാണ്. ആ 8 പുസ്തകങ്ങളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഇത് പഴയ പുരാതന എബ്രായ ഭാഷയുടെ ഘടനയാണ്. രണ്ടാമത്തെ ഭാഗമായ പ്രവാചക പുസ്തകങ്ങളിൽ 8 പുസ്തകങ്ങളാണ്. അത് 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് നമുക്കറിയാം. ജോഷയുടെ പുസ്തകം നമ്മുടെ ഉള്ളതുപോലെ തന്നെയാണ്. ജഡ്ജസ് നമ്മുടെ ഉള്ളതുപോലെയാണ്. ശമൂവേൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് 1ഉം 2ഉം ശമൂവേൽ എന്ന് പറയും. പക്ഷേ അവരുടെ പുസ്തകത്തിൽ ഒറ്റ ശമൂവേലേ ഉള്ളൂ. ആ 2 ശമൂവേലുകൾ ചേർത്ത് അവർ ഒരു പുസ്തകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. 1, 2 ശമൂവേല് ചേർത്താണ് അവരുടെ പുസ്തകം, അവരുടെ ശമൂവേൽ എന്ന് പറയുന്നതായ പുസ്തകം. അതുപോലെ തന്നെ രാജാക്കന്മാർ 1ഉം 2ഉം രാജാക്കന്മാരൊന്നില്ല. അവർക്ക് രാജാക്കന്മാരെന്ന് പറയുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. പിന്നെ ഉള്ളത് യെശയ്യാവിന്റെ പുസ്തകം, യെരമ്യാവിന്റെ പുസ്തകം, എഹെസ്കേലിന്റെ പുസ്തകം. ഇത്രയും ചേരുമ്പോ അവരുടെ മേജർ പ്രൊഫറ്റ്സിന്റെ അല്ലെങ്കിൽ അവരുടെ മെയിൻ പ്രൊഫറ്റ്സിന്റെ ആയി. ഇനി ബാക്കിയുള്ളത് പ്രൈസ് ദി ലോർഡ് 12 ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർത്ത് അവർ ഒറ്റ പുസ്തകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകങ്ങൾ 8ആയി തീർന്നത്. 7 ഈ വലിയ പുസ്തകങ്ങളും ബാക്കിയുള്ള 12 പുസ്തകങ്ങളും കൂടെ ചേർന്ന് അവർ ഒറ്റ പുസ്തകമായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 8 പുസ്തകങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പുസ്തകങ്ങൾക്കകത്തു നിന്ന് ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇനി 3-മത്തെ ഭാഗം എന്ന് പറയുന്നത് കെത്തൂവീമാണ്, അഥവാ എഴുത്തുകൾ. ആ എഴുത്തുകൾ ഏതൊക്കെയാണ് നോക്കിക്കേ. എഴുത്തുകളിൽ പ്രൈസ് ദി ലോർഡ് 3 വിഭാഗങ്ങളുണ്ട്. 1-മത്തെ വിഭാഗം, ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദ പൊയറ്റിക്കൽ ബുക്സ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ദ സ്ക്രോൾസ്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്രൊഫറ്റിക് ബുക്ക്, അല്ലെങ്കിൽ ചരിത്ര. 1-മത് കാവ്യ പുസ്തകങ്ങൾ, 2-മത്തത് ചുരുളുകൾ, 3-മത്തത് ചരിത്ര പുസ്തകങ്ങൾ, ചരിത്ര പ്രവചനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ വിഭാഗമാണ്. അതാണ് കെത്തൂവീം അല്ലെങ്കിൽ എഴുത്തുകൾ എന്നറിയപ്പെടുന്നത്. അതിനകത്ത് 11 പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ് 11 പുസ്തകങ്ങൾ? സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, ഇയ്യോബ്. ആ 3 പൊയറ്റിക്കൽ ബുക്സ് ആയിട്ട് കണക്കാക്കുന്നു, അഥവാ മലയാളത്തിൽ കാവ്യ പുസ്തകങ്ങളാണ്. അടുത്തത് ഉത്തമഗീതം, രൂത്തിന്റെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം ലമന്റേഷൻസ്, പിന്നെ സഭാപ്രസംഗി, എസ്തേർ. ഇങ്ങനെ 5 പുസ്തകങ്ങൾ ചേർന്ന് അതിനെ സ്ക്രോൾസ് എന്ന് പറയും. അത് ചുരുളുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ 3 പുസ്തകങ്ങൾ ചേർന്ന്, 3 നമ്മുടെ കണക്കും പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 4 പുസ്തകങ്ങൾ ചേർന്ന് അവരുടെ പ്രൊഫറ്റിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രൊഫറ്റിക് ബുക്സ് ആണ്, അല്ലെങ്കിൽ ചരിത്ര പ്രവചനങ്ങളാണ്. അതിൽ ദാനിയേലിന്റെ പുസ്തകമുണ്ട്. എസ്രയും നെഹമ്യാവും ചേർന്ന ഒറ്റ പുസ്തകമാണ്. പിന്നെ ദിനവൃത്താന്തങ്ങൾ, 1ഉം 2ഉം ദിനവൃത്താന്തങ്ങൾ ചേർന്ന് ഒരൊറ്റ പുസ്തകമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കണം. 1 തോറ, 2 പ്രൊഫറ്റ്സ്, 3 കെത്തൂവി. അതിന്റെ വിഭാഗങ്ങൾ തിരിച്ചേക്കുന്നത്
നോക്കുമ്പോ 24 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് തന്നെ നമ്മുടെ ഉള്ളത് 39 പുസ്തകങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ശരി. കാലം കുറച്ച് കഴിഞ്ഞപ്പോ ഈ അവരുടെ ഏൻഷ്യന്റ് എബ്രായ ബൈബിളിനെ അവരൊന്ന് പുനരാവിഷ്കരിക്കാനായിട്ടിടയായിട്ട് തീർന്നു. പുസ്തകങ്ങളുടെ ക്രമീകരണം അവരൊന്ന് മാറ്റിയപ്പോ എങ്ങനെ വന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. മോഡേൺ എബ്രായ ബൈബിളിൽ വിഭാഗങ്ങൾ അത് തന്നെയാണ്. തോറായുണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, കെത്തൂമുണ്ട്. അതിന്റെ മെയിൻ ഡിവിഷൻസ് ആണ്. ഈ മെയിൻ ഡിവിഷൻസിന് മാറ്റമില്ല. പക്ഷെ ആ മെയിൻ ഡിവിഷൻസിനകത്ത് ചില മാറ്റങ്ങൾ അവർ വരുത്തുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. മൊത്തത്തിൽ അവരുടെ പുസ്തകം എന്ന് പറയുന്നത് എത്രയെന്ന് നോക്കിക്കേ. 24 പുസ്തകങ്ങളെ അവർ അത് 34 പുസ്തകങ്ങളാക്കി മാറ്റുകയാണ്. തോറ 5, പ്രൊഫറ്റിക് ബുക്കിൽ അല്ലെങ്കിൽ പ്രവാചകന്മാർ 18, കെത്തൂബീം 11, 11ഉം 18ഉം 29, 5 34. അപ്പൊ 5 + 18 + 11 34 ബുക്സ് ആണ് മോഡേൺ ഹീബ്രു ബൈബിളിലുള്ളത്. തോറ 5, അതിന് മാറ്റമില്ല. മോശയുടെ 5 പുസ്തകങ്ങളാണ് തോറ: ജെനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കൽസ്, നമ്പേഴ്സ് ആൻഡ് ഡിട്രോണമി. ഈ 5 പുസ്തകങ്ങൾ തോറ, അതിന് മാറ്റമില്ല. പക്ഷേ പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുമ്പോ അത് നേരത്തെ ഉള്ളതിൽ നിന്ന് 8 എന്നുള്ളത് ഇവിടെ അത് 18 മാറിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് 18 നോക്കിക്കേ. അതിനെ 2 അവർ തിരിച്ചിട്ടുണ്ട്. 1 ഫോർമർ പ്രൊഫറ്റ്സ് എന്നും 2 ലേറ്റർ പ്രൊഫറ്റ്സ് എന്നും, അല്ലെങ്കിൽ മുൻ പ്രവാചകന്മാരെന്നും പിൻപ്രവാചകന്മാരെന്നും പറഞ്ഞ് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. മുൻ പ്രവാചക പുസ്തകങ്ങളിൽ 4 പുസ്തകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് 1 ജോഷുവ, ന്യായാധിപന്മാർ, ശമൂവേൽ ആൻഡ് രാജാക്കന്മാർ. ഇവിടെയും വ്യത്യാസമില്ല. ശമൂവേല് 2 പുസ്തകം കൂടെ ചേർന്ന് 1 കൊടുത്തിരിക്കുന്നു. രാജാക്കന്മാർക്ക് വ്യത്യാസമില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം കൂടെ ചേർന്ന് 1 കൊടുത്തിരിക്കുന്നു. ഫോർമർ പ്രൊഫറ്റ്സ് 4. പക്ഷേ അവരുടെ ലേറ്റർ പ്രൊഫറ്റ്സിലേക്ക് വരുമ്പോ പ്രൈസ് ദി ലോർഡ് 14 പുസ്തകങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്തു തന്നെ മേജർ സെക്ഷൻ ഉണ്ട്, മൈനർ സെക്ഷൻ ഉണ്ട്. മേജർ പ്രൊഫറ്റ്സ് ആയിട്ട് അവർ എണ്ണിയിരിക്കുന്നത് യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ. ഈ 3 പ്രവാചകന്മാരെ മേജർ പ്രൊഫറ്റ്സ് ആയിട്ട് എണ്ണിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൈനർ പ്രൊഫറ്റ്സിന്റെ കൂട്ടത്തിൽ 11 പേരുണ്ട്. അതിനകത്ത് ഹോശയ്യ മുതൽ യോവേൽ, ആമോസ്, ഒബദ്യാവ്, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സെക്കരിയാവ്, മലാക്കി. ഇത്രയും പുസ്തകങ്ങൾ ചേർന്ന് മൈനർ സെക്ഷൻ. 3 മേജർ സെക്ഷനും 11 മൈനർ സെക്ഷനും. പ്രൈസ് ദി ലോർഡ്. പിന്നെ 4 ഫോർമർ പ്രൊഫറ്റ്സും കൂടെ ചേർന്ന് പ്രൊഫറ്റിക്കൽ ബുക്ക് എന്ന് പറയുന്നത് 18 അവരെണ്ണിയിരിക്കുകയാണ്. 2ാമത്തെ ഭാഗം പ്രൊഫറ്റിക്കൽ ബുക്സ് കഴിഞ്ഞു. ഇനി 4ാമത്തെ ഭാഗം കെത്തൂമിൽ, 3ാമത്തെ ഭാഗം കെത്തൂമിലേക്ക് വരികയാണ്. കെത്തൂമീം അതല്ലെങ്കിൽ എഴുത്തുകളിൽ വീണ്ടും 11 ബുക്കാണ്. ഈ 11 ബുക്കുകളെ മുമ്പത്തെ പോലെ തന്നെ 3 തിരിച്ചിട്ടുണ്ട്. ആ 3-ൽ സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, ഇയ്യോബ്, അതാണ് അവരുടെ കാവ്യപുസ്തകങ്ങളായി പ്രൈസ് ദി ലോർഡ് മോഡേൺ ഹീബ്രു ബൈബിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്ക്രോൾസ് ആണ്, അഥവാ ചുരുളുകൾ. 5 പുസ്തകങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗി, എസ്തേർ. 3ാമത്തെ വിഭാഗത്തിൽ ഹിസ്റ്റോറിക്കൽ ചരിത്ര പ്രവചനങ്ങളാണ്. ദാനിയേൽ, എസ്രാ, നെഹമ്യാവ്, ക്രോണിക്കിൾസ്. ഇങ്ങനെ 34 പുസ്തകങ്ങളാണ് മോഡേൺ ഹീബ്രു ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ നമ്മുടെ കയ്യിലിരിക്കുന്നതായ പുസ്തകങ്ങളും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ടോപ്പിക് അങ്ങ് തീരും. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? 1
പഞ്ചൈക പുസ്തകങ്ങൾ തോറായെ നമ്മൾ വിളിക്കുന്നത് ദി പെന്ററ്റോക്ക് എന്നാണ്, അല്ലെങ്കിൽ മോശയുടെ പഞ്ചൈക പുസ്തകങ്ങൾ എന്നാണ്. ആ പഞ്ചൈക പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, അത് എബ്രായ ഭാഷയിൽ തോറയാണ്. രണ്ടാമത്തെ വിഭാഗം ചരിത്ര പുസ്തകങ്ങളാണ്, ദ ഹിസ്റ്റോറിക്കൽ ബുക്സ്. 12 ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വിസ്ഡം ബുക്സ് അല്ലെങ്കിൽ കാവ്യ പുസ്തകങ്ങൾ അഥവാ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, പ്രൊഫറ്റിക് ബുക്സ് അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ 17. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വിഭാഗങ്ങൾ സമയം ദീർഘിച്ചു പോയത് കൊണ്ട് അതിന്റെ വിഭാഗത്തിലേക്ക് ഇന്ന് കടക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് നമ്മുടെ കയ്യിരിക്കുന്ന വേദപുസ്തകത്തിന്റെ വിഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എബ്രായ ഭാഷയുടെ വിഭാഗങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ പുതിയ നിയമം പഴയ നിയമവും വായിക്കുവാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.